ഉസ്ബ എന്ന് പറഞ്ഞാലേ ആ സ്ഥലത്തിന്റെ പേരാണ്, സ്ഥലനാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വരുന്നതിന് മുമ്പ് കുറച്ച് സ്വഹാബത്ത് മദീനയിലേക്ക് ഹിജ്റ വന്നിരുന്നു അല്ലെ. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 12 അംഗ സ്വഹാബത്ത് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നിരുന്നു. അതല്ലാതെ ഹിജ്റക്ക് മുമ്പായിട്ട്. അതല്ലാതെ ഒറ്റയും തെറ്റിയായിട്ട് കുറച്ച് സ്വഹാബത്ത് റസൂലുള്ളാഹി തങ്ങൾ ഹിജ്റ വരുന്നതിന് മുമ്പ് മദീനയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവര് ഫസ്റ്റ് വന്ന സ്ഥലമാണ് ഈ അൽ-ഉസ്ബ എന്ന് പറയുന്ന സ്ഥലം. അതായത് മദീനയിലേക്ക് പണ്ട് കാലങ്ങളിൽ ആൾക്കാർ വന്നു ചേരുന്ന ഒരു എൻട്രൻസ് പോയിന്റ് ആയിരുന്നു. ഇവിടെ വന്നിട്ട് ഇവിടുന്നാണ് പിന്നെ ആൾക്കാർ മറ്റുള്ള സ്ഥലത്തിലൊക്കെ പോവുക. അപ്പൊ അവിടെ ഈ അൽ-ഉസ്ബയില് ഒരു തോട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ തോട്ടത്തിന്റെ ഉള്ളില് ഒരു പഴയ പള്ളിയും പഴയ ഒരു കിണറുണ്ട്. പള്ളിന്റെ പേര് മസ്ജിദ് നൂർ എന്നും കിണറിന്റെ പേര് വീർ ഹജീം എന്നാണ്. മസ്ജിദ് നൂർ വീർ ഹജീം. പള്ളിക്ക് മസ്ജിദ് നൂർ എന്ന് പേര് വരാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അവിടെ ഇൽമിന്റെ ഒരു മജ്ലിസ് നടത്തി. അപ്പൊ ആ ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാരായ 2 സ്വഹാബത്ത് വന്നു. മജ്ലിസ് കഴിയാൻ രാത്രി ഒരുപാട് വൈകി, ഇരുടായതിനു ശേഷമാണ് ഇൽമിന്റെ മജ്ലിസ് കഴിഞ്ഞത്. അപ്പൊ ഈ ചെറുപ്പക്കാരായ 2 സ്വഹാബത്തിന്റെ വീട് കുറച്ച് ദൂരത്തായിരുന്നു. അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി വെളിച്ചമില്ല, രാത്രി ഇരുടായിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ഒരു വടി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആ വടി പൊട്ടിച്ച് 2 പീസാക്കിയിട്ട് 2 പേർക്കും ഓരോ വടിക്കഷ്ണങ്ങൾ കൊടുത്തു. ഒരാളുടെ കയ്യിലുള്ള വടിക്കഷ്ണം ടോർച്ച് പോലെ പ്രകാശിക്കാൻ തുടങ്ങി. ടോർച്ച് പോലെ തന്നെ വെളിച്ചം വന്നു, പ്രകാശം വന്നു. ആ പ്രകാശത്തിൽ അവർ 2 പേരും വീട്ടിലേക്ക് നടന്നുപോയി. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ 2 ആൾക്കും 2 വഴിക്ക് തിരിഞ്ഞു പോകണം. 2 ആൾ വീട് 2 സ്ഥലത്താണ്. അപ്പൊ ഈ തിരിഞ്ഞു പോകേണ്ട സ്ഥലത്തെത്തിയപ്പോൾ മറ്റാളുടെ കയ്യിലുള്ള വടിക്കഷ്ണവും കൂടി ടോർച്ച് പോലെ പ്രകാശിച്ചു. അങ്ങനെ പ്രകാശം ഉണ്ടായ സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയായതുകൊണ്ട് പള്ളിക്ക് മസ്ജിദ് നൂർ എന്ന് പേര് പറയും കേട്ടോ. നമ്മൾ അടുത്ത വശത്ത് കണ്ട തോട്ടം, ഇതാണ് മദ്റത്തുൽ ഉസ്ബ എന്ന് പറയുന്ന തോട്ടം. ഈ തോട്ടത്തിലേക്കാണ് നമ്മൾ പോണത് കേട്ടോ. അങ്ങനെ വടി പ്രകാശിച്ച സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയായതുകൊണ്ട് പള്ളിക്ക് മസ്ജിദ് നൂർ എന്ന് പേര് പറയും. പിന്നെ അവിടെ ഒരു കിണറുണ്ട്, ഒരു പഴയ കിണർ. കിണറിന്റെ പേര് ബീർ ഹജീം എന്നാണ്. അത് ഹജ്മ് ഗോത്രക്കാരുടെ കിണറായിരുന്നു. അതായത് മുമ്പ് ഇവിടെ താമസിച്ച ഗോത്രത്തിന്റെ പേരാണ് ഹജ്മ് ഗോത്രം. അവരെ കിണറായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കിണറിലെ വെള്ളം കോരി ഒന്നുണ്ടാക്കിയിട്ടുണ്ട്. നബി തങ്ങൾ അവിടെ നിസ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ആ കിണറും കാണാം.